ഒരു ഫാത്തിഹ ഓതി കൊടുക്കാം, ഒരു തുടക്കം. നേരത്തെ തുടങ്ങിയതാണെങ്കിൽ അല്ലേ? വേണ്ട, ഫേനൊന്നും വേണ്ട, എന്നൊന്നും നേരം പോകണ്ട. മുത്താലിമികൾ നേരല്ല, ഇവിടെ പഠിക്കുന്ന മുത്താലിമികളുടെ മുന്നിൽ വന്നിരിക്കുക എല്ലാവരും. കുറച്ച് മുമ്പോട്ടിരുന്നല്ലോ മക്കളെ. ഫാത്തിഹ ഓതുമ്പോൾ എല്ലാവരും ഫാത്തിഹ അല്ലേ, വലിയ ബർക്കത്തല്ലേ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വമൻ ഇഖ്തദാ ബിഹദിഹിം ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളെല്ലാവരുടെയും അതേപോലെ ഈ സദസ്സിൽ ഇന്ന് വരാൻ കഴിയാത്തവരും ഇതിനുവേണ്ടി സഹായിച്ചവർ ധാരാളം ഉണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ മർക്കസു സഖാഫത്തി സുന്നിയ ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഇത്തരം പരിപാടികളെ സഹായിക്കുന്ന സംവിധാനം മർക്കസുൽ ഇഗാസത്തുൽ ഖൈരിയ്യ, അതിൻ്റെയും മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുത്തു. ഉസ്താദ് അവറുകളുടെയും പ്രിയപ്പെട്ട മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി അവരുടെയും അങ്ങനെ പലരുടെയും സഹായ സഹകരണത്താൽ അൽഹംദുലില്ലാ ഇങ്ങനെയൊന്ന് ആരംഭിക്കാൻ, ഇവിടെ തുടങ്ങാനുമുള്ള അവസരം അല്ലാഹു പ്രിയപ്പെട്ട റഷീദ് സഖാഫി അവറുകൾക്ക് കൊടുത്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, നാട്ടുകാർ, ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമ്മുടെ മുതഅല്ലിമീങ്ങൾ അവരുടെ രക്ഷിതാക്കൾ എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. നീട്ടി സംസാരിക്കുന്നില്ല. എനിക്ക് ഒരു 5 മണി കഴിയുമ്പോഴുള്ള ട്രെയിൻ 5:30 ആണെന്ന് തോന്നുന്നു പോകണം. ഇവിടുന്ന് 1.5 മണിക്കൂറെങ്കിലും മംഗലാപുരത്ത് വൈകുന്നേരം ടൗണിൽ തിരക്കുണ്ടാവും. അതുകൊണ്ട് ഓടാനുണ്ട്. അപ്പം അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഇൽമു എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ബഹുമാനം അറിവാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പഠിച്ചപ്പോൾ മനുഷ്യന്റെ ബഹുമാനം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാമിനെ അറിവ് കൊടുത്തുകൊണ്ടാണ് അല്ലാഹു ആദരിച്ചത്. ആ അറിവുള്ള ആദം നബി അലൈഹി സ്വലാമിനെ ആദരിക്കണം എന്നതാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല നൽകിയ മെസ്സേജ്. അപ്പൊ അല്ലാഹു മനുഷ്യന്റെ ബഹുമാനം അറിവിലാണ് വെച്ചത്. ഏത് അറിവുള്ളവനും ആദരിക്കപ്പെടുന്നവനായിരിക്കും. ഡോക്ടറായാലും എഞ്ചിനീയറായാലും അഡ്വക്കറ്റ് ആയാലും ഇനി വേറെ ഏതെങ്കിലും വിവരമുള്ളവരായാലും ഏത് വിവരമുള്ളവനും ആദരവുള്ളവനായിരിക്കും. നമ്മളിപ്പോൾ വീട്ടിലെ ഇവിടത്തേക്ക് വരണം, എന്താ സ്ഥലം കുഞ്ചത്തൂര്, ഒക്കത്തൂരിലേക്ക് വരണമെങ്കിൽ വഴിയറിയാത്ത ഒരാൾ അറിയുന്ന ഒരാളോട് ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ആ ചോദിക്കുന്ന ആള് വിനയത്തോടെയും ചോദിക്കപ്പെടുന്ന ആളെ ബഹുമാനിച്ചിട്ടാ ചോദിക്കും. അല്ല, ഒക്കത്തൂരിലേക്ക് എതിരാ പോവാ,
ഇത് ചോദിക്കുമ്പോൾ വളരെ താഴ്മയോടെ ചോദിക്കാം. ഒക്കത്തൂരിലേക്ക് പോകുന്ന സ്ഥലം കാണിച്ചു തരുമോ ചോദിക്കുമില്ല, വളരെ ബഹുമാനത്തോടെ ചോദിക്കും. ആരോടും ഒരു കാര്യം ചോദിക്കുമ്പോൾ ബഹുമാനത്തോടു കൂടിയാൽ മാത്രമേ ചോദിക്കൂ. എന്താ അതിന്റെ കാരണം? അയാൾക്ക് വഴി അറിയാമോ? കാരണം അപ്പൊ അറിയുന്നവർക്ക് എപ്പോഴും ബഹുമാനം, അറിവുള്ളവർക്ക് എവിടെയും ബഹുമാനമാണ്. അറിവിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. ഒരു വിവരമില്ലാത്ത ഒരാളും വിവരമില്ലാത്തവനെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം. ഒരു വിവരമില്ലാത്തവനും ഞാൻ വിവരമില്ലാത്തവനാണെന്ന് സമ്മതിക്കില്ല. അത് ഭയങ്കര വിഷമായി തോന്നി. വിവരമില്ലാത്തവനെ എന്ന് വിളിച്ചാൽ ഏകദേശം പിടിച്ചു. കാരണം വിവരമുണ്ടാവുക എന്നതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വമാണ്. ഇനി വിവരം എന്ന് പറയുന്നതിൽ ഏറ്റവും ഉയർന്ന വിവരം ഏതാണ്? ഏറ്റവും ഉയർന്ന വിവരം അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള വിവരം, അള്ളാഹും റസൂലും പഠിപ്പിച്ച വിവരം. അതാണ് ഈ ശരീഅത്ത് കോളേജ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ദർസ് എന്ന് പറയുന്നത്. അതാണ് ശരീഅത്ത് കോളേജ് ദർസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ദീനിന്റെ അറിവ്, അതാണ് ഏറ്റവും ഉയർന്ന അറിവ്. അള്ളാഹിനെ പറ്റിയുള്ള അറിവ്. അള്ളാഹിനെക്കാണ് ഉയർന്ന അറിവില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അമ്പിയാക്കളെ കുറിച്ചുള്ള അറിവ്, മലക്കുകളെ കുറിച്ചുള്ള അറിവ്, അതുപോലെ ഈമാൻ, ഇസ്ലാം, അതുപോലെ ഇഹ്സാൻ, സ്വഭാവം, മനുഷ്യനാകുന്ന സ്വഭാവങ്ങളുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ എന്ത് മനുഷ്യനാവിന്റെ മൃഗത്തിനെ പോലെ. മൃഗം എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം എന്താ? പ്രസവിച്ച പശുവിൻ ആ അമ്മേനെ തന്നെ കുത്തും. അതുപോലെ തന്നെ നേരത്തെ പോറ്റി വളർത്തിയ കോഴിക്കുട്ടി, ആ കോഴിക്കുട്ടി അതിന്റെ അമ്മേനെ തന്നെ കൊത്തും. അപ്പം മൃഗവും പക്ഷികളൊക്കെ അവകൾക്ക് ബുദ്ധിയില്ലാത്തവരുടെ സ്വഭാവമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക, പ്രായമുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക, അയൽവാസികളോട് കാരുണ്യം കാണിക്കാതിരിക്കുക, അതുപോലെ കൂടെയുള്ള ആളുകളോട് മാന്തിപ്പറിക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പരിപാടികളൊക്കെ മൃഗങ്ങളുടെ സ്വഭാവമാണ്. അപ്പം മനുഷ്യനാകാൻ ആവശ്യമായ സ്വഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മനുഷ്യൻ കളവ് പറയുന്നത്, അതുപോലെ ഏഷണി പറയുന്നത്, ഭീഷണിപ്പെടുത്തരുത്, ചീത്ത വിളിക്കരുത്. ഒക്കെ മനുഷ്യനായി ജീവിക്കണം, ശരിയായ മനുഷ്യനായി ജീവിക്കണം. അതിനാവശ്യമായ അറിവുകൾ. അതോടുകൂടെ മനുഷ്യന് അഹങ്കാരം, ഞാനൊരു വലിയ ആളാണെന്നുള്ള ചിന്ത ഉണ്ടാവാണ്. അഹങ്കാരം വേറൊരു ആൾക്ക് അള്ളാഹു കൊടുക്കുമ്പോൾ അതിന് നമ്മളെ മനസ്സിൽ വിഷമം, ഒരു പ്രതിഷേധം, അസൂയ ഉണ്ടാവാൻ പാടില്ല. വേറൊരാളിൽ ഒരു തെറ്റ് ചെയ്താൽ തന്നെ അയാളോട് വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല, വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല. അത് അയാൾക്ക് ആ സമയത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയതായിരിക്കും, ഞാൻ പൊരുത്തപ്പെട്ടു അങ്ങനെ വിചാരിക്കും. നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. ആരോട്? നമുക്ക് കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും ഒക്കെ തന്ന റബ്ബിനോട്. റബ്ബ് കൽപ്പിച്ച് എന്തെല്ലാം നമ്മൾ ഒഴിഞ്ഞുപോയി, റബ്ബ് വിരോധിച്ച് എന്തെല്ലാം നമ്മൾ ചെയ്തുപോയി. അതും അല്ല കാണുന്നുണ്ട്, കാണാണ്ടുമല്ല, കണ്ടുകൊണ്ട് തന്നെ അവന്റെ ഭൂമിയിൽ താമസിച്ചിട്ട്, അവന്റെ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ചിട്ട്, അവൻ തന്ന വെള്ളം കുടിച്ചിട്ട്, അവൻ തന്ന ഭക്ഷണം കഴിച്ചിട്ട്, അവൻ തന്നെ ഓക്സിജൻ ശ്വസിച്ചിട്ട് അള്ളാഹു തആല കൽപ്പിച്ച വലുത് ഒഴിഞ്ഞുപോയി, അള്ളാഹു വിരോധിച്ച് വലുത് ചെയ്തു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മാപ്പ് തരട്ടെ. അപ്പോ നമ്മൾ അള്ളാഹിനോട് തന്നെ തെറ്റ് ചെയ്ത മനുഷ്യന്മാരാണ്. പിന്നെ നമ്മളോട് ഏതോ ഒരാളെ തെറ്റിയിട്ടില്ല ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? അത് വേഗം പൊരുത്തപ്പെട്ടാണ്. അപ്പോൾ പൊരുത്തപ്പെടുമ്പോൾ അള്ളാഹിന്റെ പൊരുത്തം നമുക്ക് കിട്ടും, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് കിട്ടും. അങ്ങനെ നല്ല മനസ്സോടുകൂടി അള്ളാഹു കൽപ്പിതൊക്കെ എടുത്ത് അള്ളാഹ് വിരോധിച്ചതൊക്കെ ഒഴിച്ച് ജീവിക്കണമെങ്കിൽ അതിന് ഈ ശറഈയായ ദീനിയായ അറിവ്, ആ അറിവ് നേടാനുള്ളതാണ് നമ്മുടെ ഈ സ്ഥാപനം. അതിൽ കൂടെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് കൂടി ആരംഭിക്കുകയാണെന്നില്ല. അപ്പോൾ വലിയ അൽഹംദുലില്ലാഹ്, വലിയ ബർക്കത്തായി. ഈ പ്രദേശത്തിന് തന്നെ ബർക്കത്തായി. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു കുട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ അതിന്റെ ഒരു ബർക്കത്ത് വളരെ വലുതാണ്. അപ്പൊ അൽഹംദുലില്ലാഹ്, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളും അതുപോലെ ഇൽമു പഠിക്കുന്ന കുട്ടികളും ഇവിടെ താമസിച്ച് പഠിക്കുമ്പോൾ ഈ പ്രദേശത്തിന് തന്നെ ഒരു വലിയ വെളിച്ചമായി, ഈ പ്രദേശത്തിന് തന്നെ അത് വലിയ നിഅമത്തായി. പഴയ കുട്ടിക്കാലത്ത് ഞാൻ ഒരു കിതാബ് കണ്ട്, എൻ്റെ ഒരു സ്വഭാവം എവിടെ കണ്ടാലും കണ്ടെല്ലാം നോക്കാൻ. അങ്ങനെ കണ്ടപ്പോൾ അന്ന് കണ്ട ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു മുതഅല്ലിം ഒരു പ്രദേശത്ത് ഒരു ഖബർസ്ഥാനിൽ പറഞ്ഞു എന്നാൽ ആ ഖബർസ്ഥാനിൽ നിന്ന് മുതഅല്ലിം പുറത്തിറങ്ങുന്നത് വരെ ഖബറിലുള്ള ആൾക്ക് ശിക്ഷകൾ ചെയ്യപ്പെടും, അവർക്ക് ഖബറിൽ സന്തോഷം ഉണ്ടാവും. അത്ര വലിയ ബർക്കത്താണ് മുതഅല്ലിമീൻ, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ മുതഅല്ലിമീങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കും എന്നർത്ഥം വരുന്ന ഒരു ഹദീസ് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അതിന്റെ വിശദീകരണം എന്താണ് എന്ന് ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്കിറത്തിൽ വിശദീകരിക്കുന്നു. അതിലൊന്ന്, ആ മുതഅല്ലിമീങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് മുതഅല്ലിമീങ്ങൾക്ക് അവരുടെ റൂട്ടിൽ ആ മലക്കുകൾ എളുപ്പം ചെയ്യും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ.
വേറെ ചില പണ്ഡിതന്മാർ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കും എന്നാണ് എന്ന് പറഞ്ഞവരുണ്ട്. മുതഅല്ലിമീങ്ങളെ കൂടെ വന്ന് പങ്കെടുക്കും എന്നാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുതഅല്ലിമീങ്ങൾ എന്ത് വേണം? അത് പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി ഇൽമു പഠിക്കുന്നവരായിരിക്കണം. എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഉപകാരപ്രദമായ ഇൽമുള്ള ആലിമാകണം, ആ ഇൽമനുസരിച്ച് എനിക്ക് ജീവിച്ച് സ്വർഗം കിട്ടണം എന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മള് വുളുവിന്റെ സുന്നത്ത് പഠിച്ചാൽ ആ വുളുവിന്റെ സുന്നത്തോട് കൂടെ തന്നെ വുളു എടുക്കണം. വുളുവിന്റെ ശേഷം ഒരു ദുആ പഠിച്ചാൽ ആ ദുആ നമ്മൾ വുളുവിന്റെ സുന്നത്ത് ചെയ്തിരിക്കണം. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് പഠിച്ചാൽ ജമാഅത്തായി തന്നെ നമ്മൾ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കണമെന്ന് പഠിച്ചാൽ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കണം. അതുപോലെ രാവിലെ സുബഹിന്റെ ശേഷമുള്ള ദിക്ർ പഠിച്ചാൽ ആ ദിക്ർ നമ്മൾ ചൊല്ലണം. നമ്മൾ സിറാജുൽ ഹുദയിൽ രാവിലെ വിർദുൽ ലത്തീഫ് ചൊല്ലും സുബഹിന്റെ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റാണ് വിർദുൽ ലത്തീഫിലെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചു. അപ്പോൾ കുട്ടിക്കാലത്തെ കുട്ടികൾ പരിചയിക്കാൻ വേണ്ടി സുബഹിന്റെ ശേഷം നിസ്കാരത്തിന്റെ ദുആ ഒക്കെ കഴിഞ്ഞാൽ വിർദുൽ ലത്തീഫ് വൈകുന്നേരവും ചൊല്ലും. അതിനാണ് ആ മുതഅല്ലിമീങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ അതങ്ങനെ പതിവാക്കി ചെയ്യാമെന്ന ആൾ വരെ തുടർന്നു പോയാൽ അത് വലിയൊരു ഫലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ദിക്റുകളുടെ സ്ഥലത്ത് ദിക്ർ ചൊല്ലണം, അതുപോലെ ഖുർആൻ ഓതേണ്ട സമയത്ത് ഖുർആൻ ഓതണം. അങ്ങനെ ചിട്ടയോടുകൂടെ മുതഅല്ലിമീങ്ങൾ ജീവിക്കുകയും അവർക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. അള്ളാന്റെ ഇൽമ്, ദീനിന്റെ ഇൽമ് പഠിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, അത് കഴിയും പോലെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക. ഇൽമ് എന്ന് പറഞ്ഞാൽ പണം പോലെ. പണം എന്ന് പറഞ്ഞ സാധനം ഇപ്പം എൻ്റെ അടുത്ത് 1000 രൂപ ഈശയിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഞാനൊരു 900 രൂപ അതിൽ കൊടുത്താൽ പിന്നെ ഒരു 100 ബാക്കിയുണ്ടാവും. ഇനി അത് ഞാൻ 1000 ഒരാൾക്ക് കൊടുത്താലോ 1000 കൊടുത്തിട്ട് ഞാനൊരു സാധനം വാങ്ങും, പിന്നെ എൻ്റെ അടുത്ത പൈസ ഉണ്ടാവില്ല. എന്നാൽ ഇൽമ് അങ്ങനെയല്ല. ഇൽമ് അറിയുന്നത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഇൽമ് കുറഞ്ഞു പോകില്ല. കുറയില്ല എന്ന് മാത്രമല്ല കൂടുകയും ചെയ്യും. അത് പിന്നെ അല്ലാഹു തആല വർദ്ധനവ് തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമ് അല്ലാഹു തആല മൻ അമില ബിമാ അലിമ അല്ലമല്ലാഹു മാ ലം യഅലം, അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല അറിയാത്തത് പലതും അറിയിച്ചു കൊടുക്കും എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഇൽമു തരും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇൽമു നമുക്ക് കിട്ടാൻ തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് മുതഅല്ലിമീങ്ങൾ ചെയ്യേണ്ടത്. അതില്ലെങ്കിലോ പടച്ചവന്റെ പൊരുത്തം കരുതാതെയാണ് നമ്മൾ ദുനിയാവിൽ സ്ഥാനം കിട്ടാനാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെ ദീന് പഠിപ്പിക്കുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം വരും. പടച്ചവന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും ഇല്ലാതെ അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നമ്മളെ മുതഅല്ലിമീങ്ങൾ നന്നായിട്ട് പഠിക്കണം. മുതഅല്ലിമീങ്ങൾ മൊബൈലും കൊണ്ട് കളിച്ച് നേരം പോക്കരുത്, അതുപോലെ തന്നെ വേറെയുള്ള സംഗതി കൊണ്ട് നേരം പോക്കരുത്. ഇപ്പൊ തന്നെ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞോ? ഇല്ല, ഇലക്ഷൻ വരുന്നുണ്ട്. അതൊന്നും മുതഅല്ലിമീങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. വോട്ടിന്റെ അന്ന് പോയിട്ട് വോട്ടുള്ളൂ വോട്ട് ചെയ്തോളാം എന്നല്ലാതെ രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയം ചിന്തിക്കാനോ ഒന്നും നമ്മൾ പോയത്. നമ്മളെ സമയം തീർത്ത് കിതാബിലായി. കിതാബിൽ തന്നെ കിതാബിൽ തന്നെ കിതാബിൽ തന്നെ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് പുറത്തുള്ള ഒരു ദിവസം പോയി ചേർന്ന്. അപ്പോ ചെറിയ തൊഫയാണ് ഉസ്താദ് എനിക്ക് ഓതിരുന്നത്. എനിക്ക് ഇന്നലെ കുറെ കുട്ടിയെ ഓതി കൊടുക്കുമ്പോൾ എന്നെയും ചേർത്തതാണ്. അപ്പൊ മസ്തസിനത്തില്ല മൂജബന്തം മൻസിബി വബഅദ നഫീൻ വസബിഹി ഹിജ്തുബി എന്ന ബൈത്താണ് ഉസ്താദ് ആദ്യത്തെ സംഘം. ഞാനതിങ്ങനെ അസറിന്റെ ശേഷം ഇങ്ങനെ പാടാക്കുകയാണ്. അതിങ്ങനെ കാണാതെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എല്ലാം കഴിഞ്ഞു. അതിന്റെ പുറമെ ഞാൻ അതിന്റെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ പഠിക്കുകയും നോക്കുകയോ ചെയ്തു. അപ്പൊ ഉസ്താദ് വിളിച്ചിട്ട് ഇവിടെ എല്ലാവരും പോയി, ആരുമില്ല. അസറിന്റെ സമയം കുട്ടികളാരുമില്ല, കുട്ടികളുടെ ബൈക്ക് പോയി. അപ്പൊ ഉസ്താദ് വിളിച്ചിട്ട് അബ്ദുറഹ്മാനെ നീ പോകുന്നില്ലേ? ഞാൻ ചോദിച്ചു എവിടെ? ഇവിടെ ഒരു പാല ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നുണ്ട്, മന്ത്രിനെ കാണാൻ പോയല്ലോ കുട്ടികളൊക്കെ, നീ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മന്ത്രിനെ കാണാൻ പോകില്ല. മന്ത്രിനെ കണ്ടിട്ടാണ് കിതാബ് പഠിച്ചാൽ കാര്യമില്ല. മന്ത്രിനെ കണ്ടിട്ടാണ് തർക്കമല്ല. കായബാശിക്കാരൻ കാണുന്നതാണ്. എന്നാ പിന്നെ തർക്കമല്ല, കായബ കാണുകയാണല്ലോ, വലിയ പുണ്യകർമ്മിയാന്ന് വിചാരിക്കുക. മന്ത്രിനെ കണ്ടിട്ടാണ് പഠിക്കുന്ന മുത്തായാലും എനിക്കെന്ത് മന്ത്രി. അപ്പോ ഞാൻ പോയില്ല, ഞാൻ കിതാബ് അടക്കി. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പൊ മന്ത്രിമാരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ട് അന്ന് പാടാക്കിയില്ല. അന്ന് എന്റെ കൂടെ തന്നെ അന്ന് മന്ത്രിനെ കാണാൻ പോയവരുണ്ടല്ലോ, അവരൊന്നും അങ്ങനെ ആയിട്ടില്ല. ഓലിപ്പം മന്ത്രിനെ കാണാൻ പോകുന്നു, അവർക്ക് വഴി അങ്ങോട്ട് മന്ത്രിനെ കാണാൻ പോകും. മന്ത്രിമാർ ഇങ്ങോട്ട് വരും. എന്തുകൊണ്ട് അത് ചോദിച്ചാൽ അന്ന് പാടാക്കി ഉണ്ടാക്കണം. മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മളെ എല്ലാ പരിപാടി. ബാക്കിയുള്ള വലിയ വലിയ ആൾക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിലൊന്നും മുതഅല്ലിമീങ്ങൾ കൈകാര്യം ചെയ്യുകയോ അതിൽ ബന്ധപ്പെടുകയോ ചെയ്യരുത്. മുതഅല്ലിമീങ്ങൾ അവരുടെ ഡ്യൂട്ടി പഠിക്കുക, പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ച് കുറച്ചു കാലം പഠിച്ചാൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനത്ത് എത്താൻ സാധിക്കും. അല്ലാഹു അങ്ങനെ എത്തിച്ചു തരട്ടെ.
ഈ ദർസ് അല്ലാഹു തആല പുരോഗമിപ്പിച്ചു തരട്ടെ. അബ്ദുർ റഷീദ് സഖാഫിക്ക് നല്ല സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും അദ്ദേഹത്തെ സഹായിച്ചവരും സഹായിക്കുന്നവരും അവരൊക്കെ അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു അവർക്ക് എല്ലാവർക്കും നമുക്കും ദുനിയാവും ആഖിറവും അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. നല്ല മനസ്സോടുകൂടെ നല്ല സേവനം ചെയ്യാൻ അല്ലാഹു തആല അബ്ദുർ റഷീദ് സഖാഫിക്കും നമ്മളെ എല്ലാ ശിഷ്യന്മാർക്കും എല്ലാ കുട്ടികൾക്കും ലോകത്തുള്ള എല്ലാ മുതഅല്ലിമീങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വളരെ പ്രയാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെട്ടി തെറിച്ചിട്ടും തലക്ക് മുറിവേറ്റിട്ടും കാലുമെന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടൊക്കെയാണ് ഈ ദീന് വളർത്തി ഉയർത്തി കൊണ്ടുവന്ന് നമ്മുടെ മുൻഗാമികളെ നമ്മളെ മനസ്സിലെത്തിച്ചത്. അതിന്റെ ത്യാഗം എത്രയാണ് എങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈ ദീന് നിലനിർത്താൻ വേണ്ടി നമ്മൾ എത്ര ത്യാഗം സഹിച്ചാലെന്താ, നമ്മൾ എന്ത് ചെലവഴിച്ചാലെന്താ, എന്ത് സഹായിച്ചാലെന്താ, എന്ത് പ്രവർത്തിച്ചാലെന്താ. അതുകൊണ്ട് ആ ത്യാഗ മനോഭാവത്തോടു കൂടെ തന്നെ നല്ല ക്ഷമയോടുകൂടി എല്ലാവരും പഠിപ്പിക്കുകയും വേണം. ഈ നാട്ടുകാർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉയർത്തുന്നതിൽ നാട്ടുകാരായ ആളുകളും പരിസരത്തുള്ള ആളുകളൊക്കെ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥലം എടുക്കുന്നതിലും സ്ഥലം കൊടുക്കുന്നതിലും സ്ഥലത്തിന് പൈസ ഉണ്ടാക്കുന്നതിലും ഒക്കെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരൊക്കെ സഹായിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമ്മൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന തങ്ങൾക്കും മറ്റു ഉസ്താദുമാർക്കും എല്ലാവർക്കും നമുക്കും അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ووفقنا للتعلم والتعليم ولخدمة دينك الإسلام لوجهك الكريم مع الصحة والعافية والسلامة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لهؤلاء الطلبة ولجميع من يأتون إلى هذا المركز من الطالبين يا ربنا. اللهم بارك لهم وبارك للمدرسين وبارك للمساعدين والمتبرعين وبارك لجميع من ساهم وشارك في هذا المركز يا رب العالمين. اللهم احفظنا وإياهم بحفظك واجعلنا وإياهم من عبادك الصالحين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ووفقنا لما تحب وترضى. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അല്ലാഹുവേ, ഞങ്ങളോട് സഹായിച്ച ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ അവരുടെ എല്ലാവരുടെ ഖബറിലും അതുപോലെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ആരൊക്കെയുണ്ടോ അവരുടെ ഉമ്മബാപ്പമാര്, അവരെ ഉസ്താദുമാര്, അവരെ സ്നേഹിച്ചവര്, അവരെ കുടുംബങ്ങള്, അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഇതൊരു സാലിഹായ അമലായി നീ സ്വീകരിക്കണം റഹ്മാൻ. ഞങ്ങൾക്കും ഇതിനെ സഹായിച്ചവർക്കും ഇതിന് പ്രവർത്തിച്ചവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെല്ലാം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കി തരണം റഹ്മാൻ. ഈ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, ഏത് അപാകതകൾ സംഭവിച്ചു പോയോ, എന്ത് കാര്യമാണെങ്കിലും നീ ഞങ്ങൾക്കെല്ലാം മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളിൽ പലരും പല രോഗമുള്ളവരുണ്ട്. സിറാജുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥി ചെറുപ്പക്കാരനായ ഷമീർ സഖാഫി ഇന്നലെ ആശുപത്രിയിൽ കയറി നോക്കി ക്യാൻസറായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. നീ അദ്ദേഹത്തിന് സലാമത്ത് കൊടുക്കണം റഹ്മാനെ. അതുപോലെ പയ്യോളി അബ്ദുള്ള സഖാഫി ആക്സിഡന്റ് ആയിട്ട് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് 6 മാസത്തേക്ക് ഒറ്റക്കടത്തം കിടക്കണമെന്ന് കിടക്കുകയാണ്. നീ പരിപൂർണ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ചെറിയ ഒരു കുട്ടി തലയിൽ ട്യൂമറായിട്ട് ഇപ്പൊ വരുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. അതുപോലെ വേറെ പലരും ദ്വാ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ആർക്ക് എന്ത് രോഗങ്ങളുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗങ്ങളുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗങ്ങളുണ്ടോ, നീ ശിഫ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാൻ. ആഫിയത്തോടെ തഖ്വയോടെ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ആഖിബത്തിൽ നന്നാക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസല്ലം. എനിക്ക് പോകാൻ സമ്മതം ഇന്ന് പോകാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹായിച്ചവർക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരിച്ചു ദുആ മാത്രമാണ്. ഇതിപ്പോൾ ചിലർക്ക് ഒരു ചെറിയ മെമൻറ്റോ കൊടുക്കുന്നത് ഇൻഷാ അല്ലാഹ് അവർ വല്ലാത്ത ഞങ്ങൾ കൽബിൻ്റെ ഉള്ളിൽ തട്ടി സഹായിച്ചതുകൊണ്ടാണ്. ഇൻഷാ സ്ഥലത്തിൻ്റെ ആ ഉച്ചുമാൻ ഹാജർ ഉച്ചുമാൻ ഹാജർ ഇൻഷാ അല്ലാഹ് സാഹബത്തിന് എപ്പോഴും ഓർമ്മയായിട്ട് അതേപോലെ ഉബൈദ് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ് വിഷയത്തിൽ ഒന്നും പൈസ ഒന്നും വാങ്ങാതെ ഉബൈദ് നല്ല ഡോക്യുമെന്റ് അതേ റിക്ഷ ഹാരിസ് എല്ലാ വിഷയത്തിലും അന്തു ഹാജി നമ്മൾ സ്നേഹത്തിന് അതേപോലെ തസ്ലീം സഖാഫി വിഷയം സംസാരിച്ചു. അതേപോലെ എല്ലാവർക്കും ചിലവർ പലപ്പോഴും ഒക്കെ എല്ലാ വിഷയത്തിലും അതേപോലെ കൊടങ്കി നമുക്ക് ഭയങ്കര സഹായിച്ചു. കൊടങ്കി ഉസ്താദിന്റെ കൈ മുസാഫ എന്തെങ്കിലും സംഭവം